ഇവന്മാരോട്ട് നിനക്കെന്താ ഇടപാട്? എനിക്ക് ഇവര് തമ്മിൽ ഇടപാടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ അങ്ങനെയല്ലോ പറഞ്ഞ അല്ലടാ? ഏയ് ഞാനിവരെ അവിടെ വന്നിട്ട് പോണു. അവിടെ 7Cയില്. എവിടെ താമസിക്കുന്നത്? അവിടെ ജെറി സെബാസ്റ്റ്യൻ. അവനെന്താ പരിപാടി? മൂന്നാറില് പ്ലാന്റേഷനാന്നോ? എന്ത് പ്ലാന്റേഷൻ? അതെനിക്ക് അറിഞ്ഞൂടാ. അവനാളെങ്ങനെ? എനിക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. അവനെ നിനക്ക് കണ്ടറിയാവോ? അറിയാം. അവനെ വിളിച്ചേ. സാറേ എനിക്ക് ഫോട്ടോയില് കണ്ടാലേ അറിയുള്ളൂ. എന്നാ നിനക്ക് നേരിട്ട് കണ്ടാ അറിയത്തില്ലേ? നേരിട്ടും അറിയും. ഇവൻ തന്നെയാണോ? ഇത് തന്നെയാണ് സാർ. നീ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന അവന്മാരെ അറിയാമല്ലേ? താൻ പോയി ഞാൻ വിളിപ്പിക്കാം. അവന്റെ ഒരു ഏലക്കാട്. എന്താ സാറേ പ്രശ്നം? കഞ്ചാവ്. എടാ ബ്രോ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയടാ തിരിച്ചറിയൽ പരേഡിന്. നമ്മുടെ 7C ഫ്ലാറ്റിലെ ജെറി ഇല്ലേ, അവൻ പ്ലാന്റർ ഒന്നല്ലടാ, ഭയങ്കര ഉടായ്പ്. എങ്ങനെയാണ് ഇക്കാലത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുക? ഇപ്പൊ ഇവിടെ ഒരുത്തം വന്നിട്ടല്ല, അവൻ്റെ ഒന്നും വാങ്ങിച്ച് കഴിച്ചേക്കല്ലേട്ടാ. ഇതാ ബെസ്റ്റ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിച്ചോ. അല്ല സഹോദര, ഈ മുഖം ഒന്ന് കഴുകാൻ സമ്മതിക്കോ? മതിടാ, നീ അങ്ങോട്ട് പോയേ. ഇനി ഇവിടെ താമസിക്കുന്നവൻ എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് ആർക്കറിയാം? ഈശ്വര. സൂക്ഷിച്ചു നോക്കൂ പോലീസുകാരിയല്ലേ, കണ്ടുപിടിക്കല്ലേ? മുടി നിങ്ങളുടെ ഈ ചപ്പറിച്ച നരച്ച മുടിയൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരിയുടെ മുടിയാണിത്. കാശിനോടുള്ള ആർത്തി മാത്രം മനസ്സിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ അറിയാതെ കാമാർത്തനായ അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ഇനി ഒരു നിമിഷം അവനോട് ജീവിക്കാൻ പാടില്ല. ഇത്രയും വൃത്തികെട്ടവന്റെ കൂടെ ഞാനിവിടെ ജീവിക്കുന്ന പ്രശ്നമല്ല. വേണ്ട, നീ പൊയ്ക്കോ. അയ്യേ, ഇങ്ങനൊരു സ്ത്രീയാ നിങ്ങൾക്കൂല അമ്മയമ്മമാരൊക്കെ? ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നവരെ ഒരു സ്ത്രീയുടെ മൗത്ത് പോലും നോക്കിയിട്ടില്ല. അതെന്താ? അപ്പൊ ഞാൻ സ്ത്രീയല്ലേ? അങ്ങനത്തെ സ്ത്രീ അല്ല, യങ്. അത് ശരി. അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? എന്ത്? അവൻ ഈ എന്റെ മുറിയിലിട്ട് മുടി ചിക്കി പറിച്ചതും രാത്രി എന്റെ കട്ടിലേക്കാണ് ഞാനിങ്ങനെ വന്നു. ഓഹോ, ഈ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ടൂടെ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മുടി അല്ല, സമാധാനം വേണം. അവനിവിടുന്ന് ഇന്ന് തന്നെ ഇറക്കി വിടണം. പറ്റത്തില്ല. എന്താ പറ്റാത്തെ? പെണ്ണുങ്ങളാവുമ്പോ മുടി കാണും, അത് പൊഴിയും. പൊഴിഞ്ഞോട്ടെ, പക്ഷെ അത് എന്റെ മുറിയിൽ വന്ന് എന്റെ കട്ടിലിൽ പൊഴിക്കണ്ട. ഇനി വേറെ എന്തൊക്കെ സംഗതികൾ ഉണ്ടായിട്ടെന്ന് ആർക്കറിയാം. കൊറേ സംഗതികളുണ്ട്. അവളുടെ കൊറേ സംഗതികൾ ആ മുറിയിലുണ്ട്. ആരുടെ? ആ മുറിയിൽ താമസിക്കുന്ന അവളുടെ തന്നെ. അവളാ? അവിടെ താമസിക്കുന്നത് ഒരു പെണ്ണാ. എന്താ? എന്നാലും എന്ത് ചതിയാ ചേർത്ത് എന്നോട് ചെയ്തത്? നിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? കള്ളു കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, മുറുക്കി തുപ്പാൻ പാടില്ല. ഇതൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? അല്ല, നാട്ടുകാരറിഞ്ഞെന്താ വിചാരിക്കുക? എന്തറിഞ്ഞ? രാത്രി എൻ്റെ കൂടെ ഒരു പെണ്ണെന്നൊക്കെ പറഞ്ഞ. രാത്രിയിലോ? ആരുടെ കൂടെ? വൈകിട്ട് 6 മണി, കാലത്ത് 7 മണി. അതിനിടയിൽ ഇവിടെങ്ങാനും വന്നാ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. എന്നാലും എന്റെ സ്വകാര്യതയ്ക്ക് വേറൊരാൾ എത്തി നോക്കും. ഒരു സ്വകാര്യത ഇവിടെ നടക്കത്തില്ല. 6 മണിക്ക് ശേഷം ഈ പരിസരത്ത് നിന്നെ കണ്ട SI മറിയാമ്മ ആരാന്ന് നീ അറിയും. പെട്ടിയും പട്ടിയും റോഡിൽ കിടക്കും. ഡെപ്പോസിറ്റ് പോലും തരികയില്ല, പറഞ്ഞേക്കാം. ഇനി എന്ത് ഡെപ്പോസിറ്റ്? മാനം മുഴുവൻ പോയില്ലേ? നിങ്ങളൊരു പുരുഷനാണെന്ന ധാരണയിലാണ് ഞാൻ അത്രയും പരുഷമായി പെരുമാറിയത്. ക്ഷമിക്കണം. ഞാൻ പവിത്രൻ, കുഴപ്പക്കാരനൊന്നല്ല കേട്ടോ. ഒരു പഴയ NRI. ഇപ്പൊ ഇവിടെ വലിയൊരു ആഡംബര ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി ഓഫീസറാ.
എന്നാലും നിനക്ക് സെക്യൂരിറ്റി ഓഫീസർക്ക് എന്താ ഈ വീട്ടിലെ കാര്യം? ആ വലിയ ആഡംബര ഫ്ലാറ്റിൽ തന്നെ അങ്ങ് താമസിച്ചാ പോരെ? അവിടെ പെറ്റ്സ് അല്ല, അവിടെ അല്ല. 5-6 വർഷമായിട്ട് എനിക്ക് ആകെയുള്ളൊരു കൂട്ടാ. ഇവൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അല്ലേ? ബ്രോ എന്നാണ് അവന്റെ പേര്. തൽക്കാലം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടായി. നല്ല സ്ഥലം, നല്ല മുറി, ബ്രോയും നല്ലതാണ്. ഞങ്ങളിപ്പം നല്ല കൂട്ടായി. എന്താ ഇവിടെ? ക്ലാസ് ഉണ്ടായിരുന്നേ. ഓ, ഫ്ലാറ്റിലേക്കാണോ? ഓ, എന്നാ ഞാനും വരാം. അല്ല, ഞാൻ നടന്നാ പോണേ. സ്കൂട്ടറിലോ? വിട്ടോ. ഫ്ലാറ്റ് എത്തി. നീ നടന്നു നോക്കോട്ടെ. അപ്പൊ വരണില്ല? അല്ല, ടയർ പഞ്ചറായി. കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, പഞ്ചറായാലോ? ഞാൻ ഒട്ടിച്ചിട്ട് വരാം. അയ്യോ, പെന്നെ കൊണ്ടുപോയേനെ. നീ എനിക്കെതിരെ സാക്ഷി പറയുന്നോടാ? നിന്റെ മൊഴി കാരണമാണ് ഞാൻ തൂങ്ങിയ. ഈ ജീപ്പ് നിന്നെ നെഞ്ചത്തോടെ ഞാൻ കയറ്റി ഇറക്കും. കേട്ടോടാ? കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല സാറേ, അതിന്റെ ഡ്യൂട്ടിയാ. ഏയ്, എന്ത് ഡ്യൂട്ടി? വാട്ട് ഫ്രീക്കിംഗ് ഡ്യൂട്ടി? ആ ഗേറ്റിനെ കാവലിക്കുന്നല്ലേ നിന്റെ ഡ്യൂട്ടി? അതിന് വന്നവരെ അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ കാശുള്ളവരുടെ കൈ കയറി കുത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായോടാ? അല്ലെങ്കിലും കാശുള്ളവരെ കാണുമ്പോഴേ ഇവനൊക്കെ ഒരു ക്രിമികടിയുള്ളതാ. പിന്നെ നിന്റെ ഈ ഡബിൾ ഡ്യൂട്ടി ഉണ്ടല്ലോ, അത് നീ ഇന്നത്തോടെ അങ്ങ് നിർത്തിയേക്ക്. കാശിന് അത്ര ആവശ്യമുണ്ടെങ്കിൽ വേറെ വല്ല പണിക്ക് പോടാ. എടാ പവി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? പിന്നെ അതേ, ആ പരട്ട പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. മനസാക്ഷി ഇല്ലാത്ത ജാതികളാ. പോരാത്തന് കാശിന്റെ നിങ്ങളിപ്പോ. നമുക്ക് വേണമെങ്കിൽ പോലീസിനൊരു പരാതി കൊടുത്താലോ? ഏയ്, ഈ ജീവിതത്തിന് വലിയൊരു കുഴപ്പമുണ്ടേട്ടാ. തോൽക്കുന്നത് നമ്മൾ അറിയത്തില്ല, അറിഞ്ഞാലും സമ്മതിക്കത്തില്ല. വാശിക്ക് അങ്ങോട്ട് തോറ്റോണ്ടേയിരിക്കും. പക്ഷെ ചിലപ്പോ അത് മനസ്സിലാവും. അപ്പൊ സങ്കടം വരും, നിരാശ തോന്നും. പിന്നെ ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് നമ്മൾ അങ്ങോട്ട് നോർമലാവും. പക്ഷെ വേറൊരുത്തൻ അതൊക്കെ തോണ്ടി പുറത്തിടുമ്പോണ്ടല്ലോ, നമ്മുടെ നെഞ്ചങ്ങോട്ട് പറഞ്ഞ പോലെ തോന്നും. ഓർമ്മ വെച്ച കാലം തുടങ്ങിയിട്ടുള്ള ഓട്ട ഇതുവരെ നിന്നിട്ടില്ല. എന്നാലോ ദൂരൊട്ടും കുറഞ്ഞിട്ടില്ല. എല്ലാം ശരിയാകൂടാ. മനുഷ്യന്മാരെ പറ്റിക്കണ പറച്ചിലാണ് ഏട്ടാ അത്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്നെ പിശുക്കാന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ കളിയാക്കാറില്ലേ? പേടിച്ചിട്ടേട്ടാ. ഒറ്റയ്ക്കായി പോണേൻ്റെ ഒരു വെപ്രാളം. എന്തെങ്കിലും വന്ന് കിടന്നു പോയാ പിന്നെ. ഇതാ ഞാൻ നിന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഒരു കൂട്ട് വേണമെന്ന്. മനസ്സിലായോ? കാര്യം എനിക്കിവിടെ കടവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പണിയാണെ അടിമ പണിയുക. എന്നാലും എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഞാൻ രാജാവാടാ.